നമോ നാരായണായ. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഹരേ രാമ മന്ത്രത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ട ശേഷം ഒരുപാട് പേര് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രാമനാമത്തിൻ്റെ മഹിമയെക്കുറിച്ചൊന്ന് പറയാമോ, അതുപോലെ തന്നെ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും കാണുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ബ്രഹ്മാവ് 100 കോടി ശ്ലോകങ്ങളിൽ രാമായണം എഴുതി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ദേവന്മാരും അസുരന്മാരും മനുഷ്യരും കൂടി പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് 100 കോടി ശ്ലോകങ്ങളിൽ ഒരു കൃതി എഴുതിയെന്നറിഞ്ഞു. അത് മക്കളായ ഞങ്ങൾ 3 പേർക്കും കൂടി വീതിച്ചു നൽകണം. ഈ ഗ്രന്ഥം എങ്ങനെയാണ് പങ്കുവയ്ക്കുക? അതിനാൽ ബ്രഹ്മാവ് പ്രശ്നപരിഹാരത്തിനായിട്ട് മഹാദേവന്റെ സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം 33,33,333 ശ്ലോകം ദേവന്മാർക്ക് കൊടുത്തു. അത്രയും തന്നെ അസുരന്മാർക്കും അത്രയും തന്നെ മാനവനും കൊടുത്തു. ബാക്കി ഒരു ശ്ലോകമുണ്ട്. അതിൽ 32 അക്ഷരങ്ങളുണ്ട്. 10 അക്ഷരം വീതം 3 പേർക്കും വീണ്ടും കൊടുത്തു. പിന്നെയും മിച്ചം വന്നു 2 അക്ഷരം. താൻ ഇത്രയും ശ്രമകരമായ പണി ചെയ്തതിൻ്റെ ഫലമായിട്ട് മിച്ചമായുള്ള 2 അക്ഷരം താൻ എടുക്കുകയാണെന്ന് മഹാദേവൻ പറഞ്ഞു. ആ 2 അക്ഷരം ഏതാണ്? രാമ. ഈ 2 അക്ഷരമാണ് മഹാദേവൻ എടുത്തത്. മഹാദേവൻ എല്ലായ്പ്പോഴും രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മാവ് രചിച്ച 100 കോടി ശ്ലോകങ്ങളുടെ സാരമാണ് രാമനാമം. കലിസന്ധരണ ഉപനിഷത്തിൽ ഈ രാമനാമത്തിന്റെ പ്രാധാന്യം പറയുന്നുണ്ട്. കലികാലത്തിലെ പ്രാധാന്യം. ദ്വാപരയുഗം തീരാറായി, ഇനി കലിയുഗം വരാൻ പോകുന്നു. നാരദ മഹർഷി ആകെ വിഷമത്തിലായി. ഭൂമിയെ കലി ബാധിച്ചാൽ ഭൂമിയിൽ പോകാൻ സാധിക്കില്ല. ഈ കലിബാധയിൽ നിന്നും എങ്ങനെ മോചനം നേടാൻ സാധിക്കും? ഭൂമിയിലാണ് നല്ല ഭക്തന്മാരുള്ളത്. ദേവന്മാരെല്ലാം സുഖലോലുപരാണ്. തൻ്റെ ഈയൊരു സംശയം ബ്രഹ്മലോകത്തിലെത്തി പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനോട് ഉണർത്തിച്ചു. പിതാമഹൻ പറഞ്ഞു, ഭഗവാൻ ആദിനാരായണന്റെ പവിത്രമായിട്ടുള്ള നാമോച്ചാരണമാണ് കലിദോഷനാശത്തിന് ഉത്തമമായിട്ടുള്ള ഔഷധം. അപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു, എല്ലായ്പ്പോഴും ഞാൻ ഇതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹതി എന്നുള്ള തൻ്റെ വീണയുമായി നാരായണ നാരായണ എന്നാണ് ജപിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മദേവൻ പറഞ്ഞു, സർവവേദമന്ത്രങ്ങളുടെയും നിഗൂഢ രഹസ്യമടങ്ങിയ ആ നാമം നിനക്ക് ഉപദേശിച്ചു തരാം. അങ്ങനെ ബ്രഹ്മാവ് കലിയുഗത്തിൽ ജപിക്കാനായി, കലിബാധയിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി നാരദ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി എന്നാൽ നാരായണനാണ്. ഇതിൽ 16 നാമങ്ങളാണുള്ളത്. ഇനി ഈ നാമം ജപിക്കുന്നതിനുള്ള വിധി കൂടി ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശുദ്ധമോ അശുദ്ധമോ ആയ ഏതവസ്ഥയിലും ഈ നാമം ജപിക്കാം. 3.5 കോടി നാമം ജപിച്ചാൽ ബ്രഹ്മഹത്യാ പാപം തീരും. കലിദോഷത്തെ നശിപ്പിക്കാനുള്ള ഇതിലും മെച്ചമുള്ള മാർഗം വേദശാസ്ത്രങ്ങളിൽ പോലും നാം കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഏത് ശുദ്ധമായ അവസ്ഥയിലും അശുദ്ധമായ അവസ്ഥയിലും ഇത് ചൊല്ലാമെന്നുള്ളതിന് ഒരു രസകരമായ ഉദാഹരണം കൂടിയുണ്ട്. ഒരിക്കൽ നാരദ മഹർഷി ഒരു കർഷകനെ കണ്ടുമുട്ടി. അദ്ദേഹവുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം വളരെ കഠിനാധ്വാനിയാണെന്നും എന്നാൽ അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും നാമം ജപിക്കാൻ സമയം കിട്ടാറില്ല എന്നും. നാരദ മഹർഷി ചോദിച്ചു, ഇത്രമാത്രമൊക്കെ അധ്വാനിക്കുമ്പോൾ അങ്ങേക്ക് നാമം ജപിക്കാനുള്ള സമയം കൂടി കണ്ടെത്തിക്കൂടെ? കർഷകൻ പറഞ്ഞു, ഞാൻ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നതുവരെ അത്രമാത്രം അധ്വാനിക്കുകയാണ്. എനിക്ക് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാനില്ല. സംശയമുണ്ടെങ്കിൽ ഒരു ദിവസം അങ്ങ് എൻ്റെ കൂടെ ചിലവഴിക്കൂ, അങ്ങേക്ക് മനസ്സിലാകും. അങ്ങനെ നാരദ മഹർഷി ആ കർഷകന്റെ കൂടെ ഒരു ദിവസം മുഴുവൻ ചിലവഴിക്കുകയാണ്.
അപ്പോൾ നാരദ മഹർഷിക്ക് മനസ്സിലായി കർഷകൻ പറഞ്ഞത് ശരിയാണ്. എങ്കിലും അദ്ദേഹത്തെ കൊണ്ട് നാമം ജപിപ്പിക്കണം എന്ന് നാരദ മഹർഷിക്ക് വലിയൊരാഗ്രഹം. അപ്പോഴാണ് നാരദ മഹർഷി ശ്രദ്ധിച്ചത് അദ്ദേഹം രാവിലെ മലമൂത്ര വിസർജനത്തിനായിട്ട് പുഴയോരത്തേക്ക് പോകാറുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ആ പോകുന്ന സമയത്ത് അങ്ങേക്ക് രാമനാമം ജപിച്ചുകൂടെ? കർഷകൻ വിചാരിച്ചു, ശരിയാണ്, വേറെ അത്യാവശ്യം തിരക്കുകളൊന്നും ഇല്ലാത്ത സമയമാണ്, ജപിക്കാം. പക്ഷെ ജപിച്ച് ജപിച്ച് രാമനാമത്തിന്റെ മാധുര്യം ഹൃദയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് അത് നിർത്താൻ സാധിക്കാതെയായി. നമുക്കറിയാം, രാമനാമം എവിടെ കേട്ടാലും അവിടെ ഹനുമാൻ സ്വാമി എത്തുമെന്ന്. ഹനുമാൻ സ്വാമി വന്നപ്പോൾ തൻ്റെ യജമാനന്റെ നാമം ചൊല്ലുന്നത് എപ്പോഴാണ്? മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത്. കോപാകുലനായ ഹനുമാൻ ആ കർഷകന്റെ കരണക്കുറ്റി നോക്കി ഒറ്റ അടി കൊടുത്തു. വിജയശ്രീ ലാളിതനായി വളരെ സന്തോഷവാനായി തൻ്റെ ഈ ഒരു വീരകൃത്യം തൻ്റെ ഭഗവാനോട് പറയണം എന്നുള്ള വിചാരത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മുന്നിലെത്തി. അവിടെ എത്തിയപ്പോൾ 5 വിരലിന്റെ പാടുകൾ രാമന്റെ മുഖത്ത് കണ്ടു. അതായത് ഭക്തന് കൊടുത്തത് ഭഗവാന് കിട്ടി. ഇതിലൂടെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇത്രയും അശുദ്ധമായ അവസ്ഥയിൽ പോലും നമുക്ക് രാമനാമം ജപിക്കാനായിട്ട് സാധിക്കും. കാരണം കലിയുഗത്തിൽ നമ്മൾ നാമം ജപിക്കാതിരിക്കാൻ പലവിധ ഒഴിവുകഴിവുകളും കണ്ടെത്തും. മത്സ്യമാംസാദികൾ കഴിച്ചിരിക്കുന്നു, ഇന്ന് ശുദ്ധമല്ല അശുദ്ധമാണ് എന്നൊക്കെ. എങ്ങനെയെങ്കിലും നമ്മളൊന്ന് നാമം ജപിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയുള്ള വിധി ദേവന്മാർ നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും എല്ലാ സമയങ്ങളിലും ജപിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. എല്ലാ സമയങ്ങളിലും ജപിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഈ ഒരു നാമം ജപിക്കാൻ സാധിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അതിനായിട്ടുള്ള ഒരു സമയം കണ്ടെത്തുന്നില്ല. അതിനായിട്ട് പ്രത്യേകിച്ച് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അന്നും പറഞ്ഞത്, നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ടും രാമനാമം ജപിക്കാം. പക്ഷെ അതിനായിട്ട് അത് ജപിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിൽ തോന്നണം. ആർക്കും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഭക്തി എന്നത്. നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മളും ഈശ്വരനും തമ്മിലുള്ള ഒരു ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിന് നടുവിലേക്ക് മറ്റാർക്കും തന്നെ പ്രവേശനമില്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്നാണോ തോന്നുന്നത് ഞാനിത് ജപിച്ചു തുടങ്ങണം എന്നത്, അന്ന് മുതൽ നിങ്ങൾക്ക് ജപിച്ചു തുടങ്ങാം. കുറച്ച് ദിവസം ജപിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ നാവിൻ തുമ്പിലേക്ക് ഈ നാമം വന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടുള്ള കാര്യമാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ആ ഒരു നാമജപത്തിന് അത്രയധികം ആത്മബന്ധം വന്നു തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.